ഹലോ, കഴിഞ്ഞ ദിവസം ഞാനിതിൻ്റെ ഷോർട്സ് ഇട്ടിരുന്നു. ലേസ് ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ഒരു സാധാരണ ഒരു കുർത്തിയാണ് കേട്ടോ തയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവുകളെല്ലാം ഞാൻ ആദ്യമേ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാനത് എത്രയൊക്കെയാണെന്ന് പറയാം. ആദ്യം ഷോൾഡർ അടയാളപ്പെടുത്തുക. ഷോൾഡർ നമ്മുടെ എത്രയാണോ വേണ്ടത് അതിൻ്റെ നേർപകുതി അടയാളപ്പെടുത്തുക. അവിടുന്ന് കൈക്കുഴിയും അതേ അളവ് തന്നെയായിരിക്കണം അടയാളപ്പെടുത്തേണ്ടത്. അപ്പം അത് രണ്ടും കൂടി യോജിപ്പിച്ച് സ്ക്വയർ ഷേപ്പിൽ വരച്ചെടുക്കുക. ഇനി നമുക്ക് വണ്ണം എത്രയാണോ നമ്മുടെ വണ്ണം അടയാളപ്പെടുത്തുക. അതിൻ്റെ കൂടെ 5 ഇഞ്ച് കൂട്ടിയിട്ട് കാൽഭാഗം കാണുക. എന്നിട്ട് അവിടെ അടയാളപ്പെടുത്തിയിട്ട് നമ്മുടെ തയ്യൽ തുമ്പ് 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് നമുക്ക് ഇഷ്ടമുള്ള അത്രയും തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തുക. ഷേപ്പ് ഇറക്കം വരുന്നത് 14.75 കേട്ടോ. അത് ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് മാറ്റം വരാം. അപ്പോൾ ഷേപ്പ് ഇറക്കം അടയാളപ്പെടുത്തി ഷേപ്പിൻ്റെ വണ്ണം നമ്മുടെ എത്രയാണോ അതിൻ്റെ കാൽഭാഗം കാണുക, അതും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്ലിറ്റ് ഇറക്കം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് സ്ലിറ്റ് ഇറക്കം എടുക്കുക. അവിടുന്ന് സ്ലിറ്റിൻ്റെ വണ്ണം നമ്മുടെ എത്രയാണോ അതിൻ്റെയും കാൽഭാഗം അടയാളപ്പെടുത്തുക. എന്നിട്ട് 3 അളവുകളാണ് ഇപ്പം ഞാൻ ഈ വരയ്ക്കുന്ന 3 അളവുകളാണ് നമുക്ക് മെയിനായിട്ടും വേണ്ടത്. അപ്പം അങ്ങനെ വരച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. തയ്യൽ തുമ്പും നമുക്ക് ഒരു 1.5-2 ഇഞ്ചോളം അടയാളപ്പെടുത്താം. പക്ഷേ സ്ലിറ്റിൻ്റെ ഭാഗത്തൊരു 1 ഇഞ്ച് മതി കേട്ടോ. നമുക്ക് മടക്കി അടിക്കാനുള്ള അത്രയും തയ്യൽ തുമ്പ് മതി. പിന്നെ താഴത്തെ ആ ഒരു വീതി ഞാനിവിടെ 13 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തർക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് കുറയ്ക്കുകയോ കൂട്ടുകയോ വീതി വേണ്ടതനുസരിച്ചിട്ട് അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് ആ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് നേരെ ആ വീതിയിലേക്ക് വരച്ചെടുക്കണം. ഞാൻ ഈ വരച്ചേക്കുന്ന പോലെ തന്നെ താഴേക്ക് കൂട്ടി യോജിപ്പിക്കുക. അപ്പം ഇത്രയാണ് നമുക്ക് അളവുകൾ വേണ്ടത്. അതെല്ലാം വരച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇറക്കം എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം കേട്ടോ അതെല്ലാം അടയാളപ്പെടുത്താൻ. ഇനി ആ വരച്ചേക്കുന്ന ആ ഒരു ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിലാണ് കേട്ടോ ആദ്യം ഞാൻ കട്ട് ചെയ്യുന്നത്. ലൈനിങ് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് വേണം നമ്മുടെ നല്ല തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ലൈനിങ് പീസ് തന്നെ കട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പം ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ടോപ്പിൻ്റെ കട്ടിങ് എന്ന് വെച്ചാൽ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കൈ ഇപ്പോൾ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ കൈയിറക്കം എത്രയാണോ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ്, മേളിലെ തയ്യൽ തുമ്പ്, ഷോൾഡറിൻ്റെ അവിടെ വരുന്ന തയ്യൽ തുമ്പും താഴ്ഭാഗത്തെ 1/2 ഇഞ്ചും വീതി, അങ്ങനെ 1 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മുടെ കൈയിറക്കം എത്രയാണോ അതിനേക്കാളും 1 ഇഞ്ച് കൂട്ടി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കൈക്കുഴി എത്രയാണോ അതിൻ്റെ പകുതി അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് 3 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കൈവണ്ണം നമ്മുടെ അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂട്ടിയിട്ടേക്കുന്നതാണ് കേട്ടോ വരച്ചിരിക്കുന്നത്. അപ്പം ആ തയ്യൽ തുമ്പിലേക്ക് യോജിപ്പിച്ച് ഞാൻ ഈ വരച്ചിരിക്കുന്ന രീതിയിൽ തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈയുടെ ഫ്രണ്ട് ഭാഗം കുഴിച്ചു വെട്ടണം. ഫ്രണ്ടിലെ പീസ് മാത്രമാണ് കേട്ടോ കുഴിച്ചു വെട്ടാവുള്ളൂ. ഞാൻ ഈ വരച്ചേക്കുന്ന പോലെ ഫ്രണ്ട് ഭാഗത്ത് വരച്ചു കൊടുത്തിട്ട് അതങ്ങ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ ടോപ്പ് നല്ല തുണി വെച്ചിട്ട് ഞാൻ ആ ലൈനിങ് വെച്ച് ഒരു 2 ഇഞ്ച് ഇറക്കം കൂട്ടിയെടുത്തിട്ടാണ് കേട്ടോ. ലൈനിങ്ങിനേക്കാളും 2 ഇഞ്ച് ഇറക്കം കൂട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ലൈനിങ് ഒരുമിച്ച് വെച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ആ കൈക്കുഴി കുഴിച്ച് വെട്ടുന്നതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഫ്രണ്ട് ഭാഗം കൈ വെട്ടിയായിരുന്നല്ലോ കയ്യിൽ, അപ്പോൾ അതുപോലെ തന്നെ കൈക്കുഴിയുടെ ഭാഗം ടോപ്പിൻ്റെയും വെട്ടിയെടുത്തു. അപ്പോൾ അത് ആ കൈയും നല്ല തുണിയിൽ വെച്ചിട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ടോപ്പിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് തുടങ്ങാം. ആദ്യം ലൈനിങ് വെച്ചിട്ട് അതിന് മുകളിലേക്ക് ടോപ്പിന് നല്ല തുണി വെച്ച് കൂട്ടി യോജിപ്പിച്ചെടുക്കണം. ലൈനിങ് എല്ലാം എടുപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കഴുത്ത് എല്ലാം തയ്ക്കാം. ഇതേപോലെ ഒരുമിച്ച് ലൈനിങ് വെച്ചിട്ട് എല്ലാ ഭാഗവും 1/4 ഇഞ്ച് തുമ്പിട്ടിട്ട് അടിച്ചെടുക്കണം.
ഇപ്പോൾ ഈ ചെയ്യുന്നത് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം മടക്കി അടിക്കുന്നതാണ് കേട്ടോ. 2 മടക്കായിട്ട് താഴ്ഭാഗം ആദ്യം ഇങ്ങനെ മടക്കി അടിക്കും. കുട്ടി അടുപ്പിച്ച് കഴിയുമ്പം താഴ്ഭാഗം ലൈനിങ് മാത്രമാണ് കേട്ടോ താഴെ അടിക്കുന്നത്. ഇനി കൈ കൂട്ടി യോജിപ്പിച്ചെടുക്കാം. അപ്പം ലൈനിങ് എല്ലാം കൂട്ടി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത് അടയാളപ്പെടുത്താം. ഈ ലേസ് ഞാൻ ഫ്രണ്ടിൽ ഒരു ബോർഡറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ വീതി എത്രയാണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് കഴുത്ത് അടയാളപ്പെടുത്താൻ. ഞാനിത് സ്ക്വയർ ഷേപ്പിലുള്ള കഴുത്താണ് വെക്കുന്നത്. അപ്പം ഞാൻ കാണിക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പം അതിൻ്റെ വീതി, ലേസിൻ്റെ വീതി എത്രയാണോ അതാണ് ഞാനിപ്പോൾ ആദ്യം അവിടെ അടയാളപ്പെടുത്തുന്നത്. ആ വീതി എടുത്തിട്ട് അതിൽ നിന്നും ഒരു 1/4 ഇഞ്ച് കുറച്ചിട്ട് വേണം നമുക്ക് കഴുത്ത് വെട്ടിയെടുക്കാൻ. അപ്പം ആ വീതി ആദ്യം വെച്ചിട്ട് അടയാളപ്പെടുത്തുന്നതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇപ്പം ഈ ഒരു വീതി തന്നെ വേണമെന്നില്ല, നമുക്ക് കഴുത്തകലം എത്ര വേണോ ഇഷ്ടമുള്ളത് എടുക്കാം. എന്നിട്ട് ഇത് നടുവേ വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പം ഇത് വീതിയുള്ള ലേസ് ആയതുകൊണ്ട് കുറച്ച് അത്യാവശ്യം വീതിയുണ്ട്. അപ്പം 2 സൈഡ് കൂടി വന്നു കഴിയുമ്പം വലിയ പ്രശ്നമില്ല. അപ്പം അങ്ങനെ എടുത്തു. ഇപ്പം ആ കാണിക്കുന്നത് 1/4 ഇഞ്ച്, ആ ലേസിനേക്കാളും 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. അതായത് ആ 1/4 ഇഞ്ച് കുറച്ച് നമ്മൾ വെട്ടിക്കഴിയുമ്പം തയ്ച്ച് കഴിയുമ്പം നമുക്ക് കറക്റ്റ് ലേസിൻ്റെ അതേ വീതി തന്നെ കിട്ടും. അപ്പം അതിനേക്കാളും 1/4 ഇഞ്ച് കുറച്ചിട്ട് അടയാളപ്പെടുത്തുക. പിന്നെ നമ്മുടെ കഴുത്തിറക്കം എത്രയാണോ വേണ്ടത് അതും അടയാളപ്പെടുത്താം. അപ്പം അതൊരു സ്ക്വയർ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനുള്ള കഴുത്ത് വെക്കാം കേട്ടോ. ഇപ്പം ചതുരക്കഴുത്ത് തന്നെ വേണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ അതങ്ങ് വെച്ചു എന്നേ ഉള്ളൂ. ആ വരച്ചേക്കുന്ന ഭാഗത്തുകൂടി കട്ട് ചെയ്ത് കൊടുക്കാം. 2 ലൈൻ കാണുന്നത് ലേസിൻ്റെ വീതിയും അതിനേക്കാൾ 1/4 ഇഞ്ച് കുറച്ച് വീതിയുമാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഉള്ളിലുള്ള വരയിൽ കൂടിയാണ് വെട്ടിയെടുക്കുന്നത്. ബാക്കിലും സെയിം അളവ് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സ്ക്വയർ ഷേപ്പ് തന്നെ സെയിം അളവിൽ തന്നെ. അപ്പോൾ അതാ നമ്മുടെ കഴുത്ത് വെട്ടിയിട്ടുണ്ട്. അപ്പം നടുഭാഗത്തൂടി ലേസ് കൊടുക്കാൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നടുവേ ഒരു ലൈൻ കൊടുക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമുക്ക് എളുപ്പമുണ്ട് സെൻറ്റർ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ലേസ് വെച്ച് കഴിയുമ്പം ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഇരിക്കേണ്ടത്. തയ്ച്ച് കഴിയുമ്പം ആ ഒരു ലൈനിൻ്റെ കറക്റ്റായിട്ട് എത്തും. ആദ്യം നമുക്ക് ലേസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അത് വെച്ച് കൊടുത്തതിന് ശേഷമാണ് കഴുത്തടിക്കുന്നത്. കാണുന്ന പോലെ അവിടെ തയ്ച്ച് നിർത്തിയിട്ട് ഇനി ആ ലേസ് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് തിരിച്ച് ആ ഒരു ഭാഗം കൂടി ക്ലിയറായിട്ട് വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കാം. ഉണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ടോപ്പ് തിരിച്ചിട്ടിട്ട് നമുക്ക് താഴേന്ന് തയ്ച്ചു തുടങ്ങാം. അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അത്രയും ഭാഗം തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കഴുത്തിൻ്റെ ഭാഗത്ത് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് ലേസ്. അപ്പോൾ അത് കൃത്യമായിട്ടും
ചതുരഭാഗം കറക്റ്റായിട്ട് വെട്ടിക്കളയാം. നമുക്കത് വേണ്ടാത്തതാണ്. അപ്പോൾ അത്രയും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ലേസിൻ്റെ സൈഡിൽ കൂടിയും ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അതുകൂടി കൊടുത്തു കഴിഞ്ഞിട്ട് വേണം നമ്മുടെ സ്ക്വയർ തയ്ച്ചെടുക്കാൻ. ഇനി നമുക്ക് കഴുത്ത് തയ്ക്കാം. അതിനായിട്ടൊരു തുണി എടുത്തിട്ട്, ഞാൻ വേസ്റ്റ് തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അതായത് ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തതിൻ്റെ ബാക്കി തുണി എടുത്തിട്ട് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അതിലേക്ക് നല്ല വശം ചേർത്ത് വെച്ചിട്ട് സ്ക്വയറിൻ്റെ 1/4 ഇഞ്ച് അകലത്തിൽ ചതുരം കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഉള്ളിൽ കിടക്കുന്ന തുണി അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ആ ചതുരത്തിൻ്റെ ആ കോൺ ഭാഗം വരുന്നിടത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് അവിടെ കറക്റ്റായിട്ടും നമുക്ക് മറിച്ചെടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇരിക്കുകയുള്ളൂ. പിന്നെ ലൈനിങ്ങിൻ്റെ ആ ഉള്ളിലുള്ള ഭാഗവും കുറച്ച് കണ്ടോ കൂടുതലുണ്ട്, അതും സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് കളഞ്ഞു. അതൊന്നും വീഡിയോയ്ക്കകത്ത് വന്നിട്ടില്ല. ഇനി ആ പീസ് ഉള്ളിലേക്ക് വെച്ചിട്ട് ഉള്ളിലേക്ക് അകം ഭാഗത്തേക്ക് മറിച്ചിട്ട് പുറത്തൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. പതിച്ചടിച്ചെടുക്കുക. ഇതുപോലെ തന്നെ കറക്റ്റായിട്ടും പതിച്ചടിച്ചെടുക്കുക. ശരിക്കും ഞാൻ പുറം കാണി അങ്ങനെ അധികം കൊടുക്കാറില്ല. പക്ഷേ ഈ ലേസ് എല്ലാം കൂടി വന്നപ്പം അവിടെ ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് കൈത്തയ്യൽ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്കത് നല്ല വൃത്തിയായിട്ട് ഇരിക്കില്ല. അതുകൊണ്ട് ഞാനതങ്ങോട്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ബാക്കിലെ കഴുത്തും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷോൾഡർ നല്ല ഭാഗം 2 പീസിനെയും നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് വരാൻ പാകത്തിന് വെച്ചിട്ട് 2 ഷോൾഡറും ഒരു 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കണം. ഞാൻ വരച്ചേക്കുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വണ്ണം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് 2 സൈഡിലും അടയാളപ്പെടുത്തണം. എന്നിട്ട് ആ വരച്ചേക്കുന്നതിൽ കൂടി ഷേപ്പ് തയ്ച്ചെടുക്കാം. രണ്ട് സൈഡും ഷേപ്പ് കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. തയ്ച്ച് കഴിയുമ്പോൾ നോക്കണം കേട്ടോ വണ്ണം കറക്റ്റാണോന്ന്. എന്നിട്ട് വേണം സ്ലിറ്റ് അടിക്കാൻ. ഇതേപോലെ 2 മടക്ക് ഇട്ടിട്ട് ആണ് സ്ലിറ്റ് അടിക്കുന്നത്. 2 രീതിയിൽ തയ്ക്കാം കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പ് കൂടുതൽ ഇടുവാണെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലൂടെ സ്ലിറ്റ് തയ്ക്കാം. അത് ഞാൻ വേറൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ രീതി. ഇത് 2 മടക്ക് മാത്രം. അപ്പം ഇങ്ങനെ 2 സ്ലിറ്റും കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാം. ഇതുപോലെ തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ കൂടി ഇപ്പുറത്തെ സൈഡിൽ കൂടിയും അങ്ങേ സൈഡ് വരെ തയ്ച്ചെടുക്കാം. 2 സ്ലിറ്റും ഇതേപോലെ തന്നെയാണ് കേട്ടോ തയ്ക്കേണ്ടത്. സൈഡ് ചേർത്തിട്ടും അടിച്ചിട്ടുണ്ട്. അപ്പം സ്ലിറ്റ് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് താഴ്ഭാഗം അതും ഇങ്ങനെ തന്നെ 2 മടക്കിൽ താഴ്ഭാഗവും തയ്ച്ചെടുക്കണം. ബാക്കിലെയും ഫ്രണ്ടിലെയും തുണി നമുക്കിതുപോലെ തയ്ച്ചെടുക്കാം. അതിൻ്റെ ഇതുപോലെ ഒരടിപ്പ് സൈഡിൽ കൂടി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ. തേച്ച് കൊടുത്താലും മതിയാവും. ഞാനെപ്പോഴും അടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്.
പണി ഏകദേശം നമ്മുടെ ടോപ്പിൻ്റെ തയ്ച്ച് തീരാറായിട്ടുണ്ട്. തിരിച്ചെടുത്തിട്ട് ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ഒരേ ഒരു പണിയോടെ ഉള്ളൂ, കൈ പിടിപ്പിക്കുക എന്നുള്ളത്. ഇപ്പം നമുക്ക് സ്ലീവ് തയ്ച്ചു കൊടുക്കാം. അപ്പം കൈക്കുഴി നോക്കണം, ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടിയിരിക്കുന്ന ഭാഗമായിരിക്കണം ടോപ്പിൻ്റെ ഫ്രണ്ടിലോട്ട് വരാനായിട്ട്. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന്, ഞാൻ നീളത്തിലല്ല കൊടുക്കുന്നത്, കൈ വട്ടമാണ് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പം ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റ് വെച്ചിട്ട് കൈയുടെ നടുഭാഗം ഷോൾഡറിലേക്ക് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്കും ഷോൾഡറിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. എന്നിട്ട് രണ്ട് സൈഡിലേക്കും തയ്ച്ച് കൈക്കുഴിയുടെ ഭാഗത്ത് കൊണ്ടുപോയി നിർത്തണം. അത് കഴിഞ്ഞിട്ട് വേണം കൈവണ്ണം എടുത്തിട്ട് കൈവണ്ണം കൂടി തയ്ക്കാൻ. കൈവണ്ണം തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും റൗണ്ട് ചെയ്ത് കൈ കൂട്ടിപ്പിടിപ്പിച്ച് എടുക്കാം. ഇതിപ്പോൾ രണ്ട് സൈഡിലും കൈക്കുഴിയുടെ ഭാഗം വരെ കൊണ്ടുപോയി നിർത്തും. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് കൈക്കുഴിയുടെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇതുപോലെ. ഇനി കൈവണ്ണം എത്രയാണോ നമ്മുടെ വേണ്ടത് ആ കൈവണ്ണം അടയാളപ്പെടുത്തിയിട്ട് കൈക്കുഴിയുടെ അവിടെ നിന്ന് കൈവണ്ണത്തിലേക്ക് ഇതുപോലെ ജോയിൻറ്റ് കൊടുക്കുക. എന്നിട്ടിനി അത് റൗണ്ട് ചെയ്ത് അടിച്ചെടുക്കുക. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഞാൻ നീളത്തിൽ തയ്ക്കാറേ ഇല്ല കേട്ടോ, റൗണ്ടിലാണ് തയ്ക്കുന്നത്. അപ്പം നമ്മുടെ ടോപ്പിൻ്റെ തയ്യലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്.